എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ. ഞാനിവിടെ എവിടെയാണ് നിൽക്കുന്നത്? വളരെ വളരെ റിലീജിയസ് ആൻഡ് വളരെ പ്രധാനപ്പെട്ട സ്ഥലമായ പ്രയാഗ്രാജിലെ ഗംഗാ നദിയുടെ തീരത്താണ്. അതായത് സ്നാനം ചെയ്യേണ്ട, അതായത് ത്രിവേണി സംഗമത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് പൂർണ്ണകുംഭ് അതിൽ പങ്കെടുക്കും മാത്രമല്ല, നേത്രകുംഭ് എന്നുള്ള ഒരു പ്രോഗ്രാമുണ്ട്. ഇവിടെ കഴിഞ്ഞ മാസം 12-ാം തീയതി മുതൽ ഫെബ്രുവരി 26-ാം തീയതി വരെയുള്ള ഡേയ്സുകളിൽ കുംഭമേള നടക്കുകയാണ്. ഈ ദിവസങ്ങളെല്ലാം എല്ലാ രോഗികൾക്കും ആരെല്ലാം അവരുടെ ഇത് ഐ ടെസ്റ്റിങ്, കാറ്ററാക്ട് സർജറി, ട്രീറ്റ്മെൻറ്റ്, ഗ്ലാസസ് എല്ലാം നമ്മൾ നോക്കി കൊടുക്കുന്നു. എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു ടോപ്പിക്ക് സ്പിരിച്വാലിറ്റി ആൻഡ് ഹെൽത്ത്. ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്പിരിച്വാലിറ്റി കൊണ്ട് നമുക്ക് ഹെൽത്ത് ഉണ്ടാവും എന്നുള്ളത് ഞാനൊരു പഠന റിപ്പോർട്ട് പറയട്ടെ. ജയിലിലുള്ള കൊടും കുറ്റവാളികൾക്ക് ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ എന്നിവ കൊടുത്ത് ആത്മീയത പഠിപ്പിച്ചു. ഭൂരിഭാഗം കുറ്റവാളികൾ നല്ല മനുഷ്യനെ മാറുകയുണ്ടായി. ലോകത്തിലെ എത്രയോ നിരീശ്വരവാദ ആത്മീയതകളായി മാറിയിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ, ബർട്രാൻഡ് റസ്സൽ, ജെയിംസ് വാട്സൺ, കമ്മ്യൂണിസ്റ്റുകാർ ഗയാർ ഗൗരിയമ്മ, കാട്ടുമാണൻ നാരായണൻ, നക്സലൈറ്റായി ഫിലിപ്പം പ്രസാദ്, അങ്ങനെ നിരവധി പേരുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ചരിത്രം, പുരാണം, ഇതിഹാസം എന്നിവ പറഞ്ഞു വളർത്തണം. ഫലം പ്രതീക്ഷിക്കാതെ അവർ കർമ്മം ചെയ്യട്ടെ. ലോകത്തിലെ എല്ലാവരും കുടുംബകാലത്ത് അടിക്കട്ടെ. മാനസികപരം ശാരീരികപരം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ. ഞാനിവിടെ എവിടെയാണ് നിൽക്കുന്നത്? വളരെ വളരെ റിലീജിയസ് ആൻഡ് വളരെ പ്രധാനപ്പെട്ട സ്ഥലമായ പ്രയാഗ്രാജിലെ ഗംഗാ നദിയുടെ തീരത്താണ്. അതായത് സ്നാനം ചെയ്യേണ്ട, അതായത് ത്രിവേണി സംഗമത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് പൂർണ്ണകുംഭ് അതിൽ പങ്കെടുക്കും മാത്രമല്ല, നേത്രകുംഭ് എന്നുള്ള ഒരു പ്രോഗ്രാമുണ്ട്. ഇവിടെ കഴിഞ്ഞ മാസം 12-ാം തീയതി മുതൽ ഫെബ്രുവരി 26-ാം തീയതി വരെയുള്ള ഡേയ്സുകളിൽ കുംഭമേള നടക്കുകയാണ്. ഈ ദിവസങ്ങളെല്ലാം എല്ലാ രോഗികൾക്കും ആരെല്ലാം അവരുടെ ഇത് ഐ ടെസ്റ്റിങ്, കാറ്ററാക്ട് സർജറി, ട്രീറ്റ്മെൻറ്റ്, ഗ്ലാസസ് എല്ലാം നമ്മൾ നോക്കി കൊടുക്കുന്നു. എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു ടോപ്പിക്ക് സ്പിരിച്വാലിറ്റി ആൻഡ് ഹെൽത്ത്. ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്പിരിച്വാലിറ്റി കൊണ്ട് നമുക്ക് ഹെൽത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഹാർഡ് കോർ ക്രിമിനൽസ് ജയിലിലെല്ലാം ഉണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ, ജീവപര്യന്തം വിധിക്കപ്പെട്ടവർ, അങ്ങനെ വലിയ വലിയ ജയിലുകളിൽ മനസ്സ് വളരെ മോശമായിട്ടുള്ള ഈ ജയിലുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മഹർഷിമാരും സന്യാസിമാരും ടീച്ചേഴ്സ്, പ്രീസ്റ്റ് ഇവരെല്ലാം കൊണ്ടുവന്ന് ക്ലാസ് പഠിപ്പിച്ചു. അവർക്ക് ഭഗവത്ഗീത കൊടുത്തു, ബൈബിൾ കൊടുത്തു, ഖുറാൻ കൊടുത്തു. അവരെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ശതമാനം ഈ ക്രിമിനൽസ് എല്ലാം മാറി നല്ലതിലേക്ക് തിരിച്ചു എന്നാണ് റെക്കോർഡ്. സോ ഇത് തന്നെയാണ് നമ്മുടെ ആൻഷ്യൻ്റ് പീപ്പിൾ, നമ്മുടെ പുരാണങ്ങളിലും വേദാസും ഉപനിഷത്തുകളിലും മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ഓരോ കഥകളായാലും നല്ലതായാലും ശരിയായ കഥകളായിരിക്കാം, ശരിയായ നടന്ന സംഭവങ്ങളായിരിക്കും അല്ലായിരിക്കാം, ഇങ്ങനെ മനുഷ്യനെ നല്ലതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് നമ്മുടെ വേദപുസ്തകങ്ങൾ. അതുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. പിന്നെ നമുക്ക് വേർഡ് WHO ഡെഫിനേഷൻ എന്താണ്? WHO ഡെഫിനേഷൻ പ്രകാരം നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് മാത്രമല്ല, ബോഡി ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്ത് ഇല്ലാതെ ബോഡി ഹെൽത്ത് മാത്രം ഇരുന്നൊരു പ്രയോജനമില്ല. മെൻ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾ വരും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. സോ ഇഫ് ദർ ഈസ് എ മെൻ്റൽ ഹെൽത്ത്, so we will prosper, we will live longer. So this one method of giving mental health is spirituality. So we have to purify people by giving advices. What is method? How can we prevent the fight between each other? How can we prevent the hatred? നമുക്ക് മനുഷ്യന്മാർ തമ്മിലുള്ള വിദ്വേഷങ്ങൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? സോ ഇതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാ ആകാശങ്ങളും എല്ലാം വെച്ചിട്ടുള്ളത്, എല്ലാ നല്ല കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് കുംഭമേള. ഇനി കുംഭമേളയെക്കുറിച്ച് പറയാം. സോ വൺസ് ഇൻ 144 വർഷത്തിൽ ഒരിക്കൽ ഒരു മഹാകുംഭം ഉണ്ടാകുന്നു. ആ ദിവസങ്ങളിൽ എല്ലാ പ്ലാനറ്റ്സും ചേർന്ന് ഒരു ലൈനിലേക്ക് വരുന്നു. ദാറ്റ് ഈസ് കാൾഡ് മൗനി അമാവാസ്യ ദിവസത്തിൽ എല്ലാ പ്ലാനറ്റ്സും ഒരുമിച്ച് വരുന്നു. ഓക്കെ, ആ ഒരുമിച്ച് വരുന്ന സമയത്തുള്ള അതാണ് നമ്മുടെ മൗനി അമാവാസ്യത്തോട് ചേർന്ന് ആ ദിവസം ഓസ്പിഷ്യസാണ്. ആ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ത്രിവേണി സംഗമത്തിലും മറ്റു കെട്ടുകളിലും ഇവിടെ 144 സ്നാന സ്ഥലങ്ങളുണ്ട്.
8 കിലോമീറ്റർ സ്പേസിലുള്ള അത്രയും 140 കെട്ടുണ്ട്, ലക്ഷക്കണ്ട്. ആദ്യത്തെ മൗനി അമാവാസ്യ. പിന്നെ വരുന്ന പൂർണിമ 2 ദിവസം മുമ്പായിരുന്നു. അന്ന് 2 ലക്ഷത്തോളം ആളുകൾ, ലോകത്തിലുള്ള എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ, ഹിന്ദു വിശ്വാസികൾ, ദൈവത്തിലുള്ള വിശ്വാസികൾ, അവരുടെ വിശ്വാസമാണ്. വി കാണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ വന്നു. അവർക്ക് ദാറ്റ് വിൽ ഗിവ് ഹെൽത്ത് ഫോർ ദർ മൈൻഡ് ആൻഡ് ബോഡി എക്സെട്ര. ദർ ബിലീഫ് ദാറ്റ് തിങ്സ് ഇഫ് ദേ കം ഹാവ് എ ഡിപ്പ്, അവരുടെ മനസ്സ് ഇമ്പ്രൂവ് ആവുന്നു, നല്ലത്. ദേ ക്യാൻ ക്രിയേറ്റ് ന്യൂ തിങ്സ് ഇൻ ദെയർ ലൈഫ്. സോ ഇത് 3 ടൈപ്പിലുള്ള മഹാകുംഭ്, പൂർണ്ണകുംഭ്, അർദ്ധകുംഭ്. പൂർണ്ണകുംഭ് once in 12 years, അർദ്ധകുംഭ് once in 6 years. സോ ഇവിടെ ഒന്ന് ഡിപ്പ് ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂസ് 24 hours മോർണിംഗ് ടു ടുഡേ little less crowd only, and early morning there's more crowdable, evening also more crowdable. This is the latest crowd, ഏറ്റവും കുറഞ്ഞുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. സോ what is the history of this one, the history of this Snan? If you see our Puranas, Lakshmi consider a tree, okay, consider a tree. Akshayavad is a name of tree, and that root is Brahma. The body part is called Vinu Madhav, that is Vishnu, and the head part is Shiva. So that is a type of concept in Prayagraj here, Allahabad. Previously it's Allahabad. So if you remember the history, there was a war between Asura and Deva. ദേവന്മാർ അസുര തമ്മിലുള്ളൊരു യുദ്ധമുണ്ട്. എന്തിനു വേണ്ടി? അമൃത കലശത്തിന് വേണ്ടിയിട്ട്. അമൃത കലശം കഴിച്ചു കഴിഞ്ഞാൽ വി വിൽ നെവർ ഡൈ, നമുക്ക് ജീവിത രോഗങ്ങളില്ലാതെ ജീവിക്കാം. അതുകൊണ്ട് അവിടെ അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധമായി. അപ്പോൾ വിഷ്ണു വന്ന് இந்த സമുദ്രത്തിൽ കടഞ്ഞ് സർപ്പത്തിന് അത് നാടയാക്കി കടഞ്ഞ് 14 രത്നങ്ങൾ വരുന്നു. അതിലൊന്നാണ് അമൃത കലശം. ആ അമൃത കലശം അത് ചെയ്യുന്ന സമയത്ത് താഴെ വീണിട്ട് 4 സ്ഥലങ്ങൾ വീണെന്നാണ് പറയുന്നത്. അത് ഹരിദ്വാർ, പ്രയാഗരാജ്, ഉജ്ജയിൻ ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ വീണു. ആ സ്ഥലങ്ങളെല്ലാം വളരെ പയസായി മാറിയിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ ടൈം മെമ്മോറിയൽ. ദിസ് ടൈപ്പ് ഓഫ് ഫെസ്റ്റിവൽ ഈസ് ഗോയിങ് ഓൺ. So this is the history of Prayagraj, this is the history of Kumbh Mela. Thank you very much for sharing. കുംഭമേളയിൽ നേത്രകുംഭിൽ ചേർന്ന് സൗജന്യ കൺചികിത്സ ചെയ്യാനാണ് ഞാനും വൈഫ് ഡോക്ടർ രേഖയും ആഗ്രഹിച്ചത്. അയോധ്യയും ഉൾപ്പെടുത്തി. 1 മണിക്ക് ചെന്നൈയിൽ നിന്ന് 9-ാം തീയതി ഞായറാഴ്ച അയോധ്യയിൽ ഫ്ലൈറ്റിലെത്തി. ചെന്നൈയിലുള്ള ഡോക്ടർ ഗണേഷൻ, ലളിത ഗണേശും എത്തി. കാർ എടുത്ത് അയോധ്യയ്ക്ക് അടുത്തുള്ള സ്ഥലത്തെത്തി. പിന്നീട് റിക്ഷയോ ബൈക്കോ മാത്രമേ രക്ഷയുള്ളൂ. എല്ലായിടത്തും ട്രാഫിക്. ഹോട്ടലിൽ എത്തി. റിക്ഷയിൽ രാത്രി 7 മണിക്ക് ദർശനത്തിന് തിരിച്ചു. എവിടെയും തിരക്കാണ്. 4 കിലോമീറ്റർ തിക്കും തിരക്കും നടന്ന് ഹനുമാൻ ക്ഷേത്രത്തിനും രാമക്ഷേത്രം കയറി. എവിടെയും ശ്രീറാം വിളികളാണ്. ഇടയ്ക്കിടയ്ക്ക് പോലീസ് നിർത്തി. വളരെ ദൂരത്ത് നിന്ന് ശ്രീരാമനെ കണ്ടു. പോലീസ് തള്ളിവിടുകയായിരുന്നു. ഹോട്ടലിൽ നിന്ന് തന്നെ ഒരു ജീവനക്കാരന് ഗൈഡായി കിട്ടിയതിനാൽ വളരെ നന്നായി. ചെരുപ്പുകൾ ചിന്നിച്ചിതറി കിടന്നതിനാൽ തിരിച്ചെടുക്കാൻ പ്രയാസപ്പെട്ടു. പൊതുജനങ്ങൾക്കുള്ള സരയൂ നദിക്കരയുള്ള ആർത്തി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. 2 മണിക്കൂറിനുള്ളിൽ ദർശനം കഴിഞ്ഞു. ഞായറാഴ്ചയായതിനാലും കുംഭമേള നടക്കുന്നതിനാലും ജനലക്ഷങ്ങളാണ് വന്നത്. കുംഭമേള നടക്കുന്നതുകൊണ്ട് ഉത്തർപ്രദേശിലെ എല്ലാ ക്ഷേത്രങ്ങളിലും, ഇന്ത്യയിലുള്ള മൊത്തം റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ജനങ്ങളുടെ തിരക്കാണ്. പോലീസ് വളരെ പാടുപെടുന്നു. ഇനി തിരിച്ചുള്ള നടത്തമാണ്. കുറച്ച് ദിവസത്തേക്ക് മാത്രം രക്ഷ കിട്ടി. ഇടുക്ക് വഴികളിലൂടെയാണ് പോകുന്നത്. മെയിൻ റോഡ് തിരക്കായിരിക്കാം. അടുത്ത ദിവസം 10-ാം തീയതി ഫെബ്രുവരി തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ കാറിൽ പ്രയാഗരാജിലേക്ക് തിരിച്ചു. റോഡിൽ എല്ലായിടത്തും ബ്ലോക്ക്. 2 മണിക്ക് പ്രയാഗരാജ് അതിർത്തിയിലെത്തി. പിന്നെ നേത്രകുംഭം നടക്കുന്ന സെക്ടർ 6-ലെത്തണം. എല്ലാ സ്പെഷ്യൽ ബസ്സുകളും ഫുള്ളാണ്. ഞങ്ങൾ ഡോക്ടർമാരായതുകൊണ്ട് ആംബുലൻസ് അയച്ചു വന്നു. രാത്രി 7 മണിക്ക് നേത്രകുംഭം കോംപ്ലക്സിലെത്തി. എല്ലാ താൽക്കാലിക ഷെഡുകളിലാണ്. കുംഭമേള നടക്കുന്നത് ഗംഗാ നദിക്കരയിലാണ്. എല്ലാ താൽക്കാലിക റോഡുകൾ, കൂടാരങ്ങൾ. എങ്ങും പോലീസ്. ഇരുമ്പ് ഷീറ്റ് കൊണ്ട് റോഡ് നിർമ്മിക്കുന്നു. വെള്ളവും ടോയ്ലറ്റ് എല്ലായിടത്തും ഉണ്ട്. ഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചർ. ഞങ്ങളെ സംഘാടകർ സ്വീകരിച്ചു. സൗകര്യങ്ങളുള്ള റൂം തന്നു. രാത്രി തന്നെ മീറ്റിംഗ് കൂടി ഞങ്ങളോട് വിശദീകരിച്ചു. 5 ദിവസത്തേക്കുള്ള ടീമാണ് വരുന്നത്. ഐ ഡോക്ടേഴ്സും ഒപ്റ്റോമെട്രിസ്റ്റും ഉണ്ട്. 40 ഡോക്ടേഴ്സ്, 100 ഒപ്റ്റോമെട്രിസ്റ്റ്. അടുത്ത ദിവസം 15-ാം തീയതി രാവിലെ അടുത്ത ഗംഗാഘട്ടത്തിലെത്തി കുളിച്ചു. പിന്നെ പ്രയർ, പിന്നെ ഡ്യൂട്ടി ആരംഭിച്ചു.
ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട് ജസ്റ്റ് സീ. നേത്രകുമ്പ് ഒരു മഹത്തായ ഒരു കാര്യമാണ്. അതായത് ഈ മഹാകുംഭമേളയ്ക്ക് വരുന്ന ഭക്തജനങ്ങളിൽ ആർക്കെല്ലാം കണ്ണിന് പ്രശ്നങ്ങളുണ്ടോ അവർക്കെല്ലാം കണ്ണ് ചികിത്സ കൊടുക്കുന്ന ഒരു സംരംഭമാണ്. ആവശ്യമുള്ളവർക്കെല്ലാം ഓപ്പറേഷൻ, ആവശ്യമുള്ളവർക്ക് കണ്ണാടി, മരുന്നുകൾ, ചികിത്സ എല്ലാം ഇതിനകത്തുണ്ട്. വലിയൊരു ആശുപത്രി പോലെ ഈ കൂടാരത്തിൽ കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരേ സമയം 40 ഡോക്ടർമാർ, 100 ഓപ്റ്റോമെട്രിസ്റ്റ്, പിന്നെ സപ്പോർട്ടീവ് സ്റ്റാഫ് ഉണ്ടാകുന്നു. എല്ലാവരും ഫണ്ടസ് ക്യാമറയുണ്ട്, വിഷ്വൽ ഫീൽഡ് അനലൈസറുണ്ട്, മരുന്ന് കൊടുക്കാൻ ആളുകളുണ്ട്, റിസപ്ഷനിസ്റ്റുണ്ട്. ആദ്യം ഇനീഷ്യലി പേഷ്യൻസ് എല്ലാം നല്ല വെരിഫൈ ചെയ്ത് ഡോക്ടറിൻ്റെ അടുത്തെത്തുന്നു. ഡോക്ടറുടെ അടുത്തെത്തിയാൽ എല്ലാം ഡയഗ്നോസ് ചെയ്യുന്നു. ആവശ്യമുള്ളവരെ ഓപ്പറേഷൻ ചെയ്യാൻ റെഫർ ചെയ്യുന്നു. ഇന്ത്യയിലുള്ള ആയിരക്കണക്കിന് ഹോസ്പിറ്റൽസ് ഫ്രീ സർജറി ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ മരുന്ന് കൊടുക്കാൻ എത്രയോ സ്പോൺസർമാരുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് എല്ലാവരും കൊടുക്കുന്നത്. വളരെ സിസ്റ്റമായിട്ടുള്ള പ്രൊസീജിയർ താൻ, സിൻസിയറാണ്. ആൾ ആർ വെരി എനർജറ്റിക് ആൻഡ് വളരെ യൂസ്ഫുള്ളായിട്ടാണ് ജോലി ചെയ്യുന്നത്. ആർക്കൊരു വേറൊരു അജണ്ടയില്ല. ഒരു ഫ്രീ സർവീസ് മാത്രം. എല്ലാ ഡോക്ടർമാർക്ക് അക്കോമഡേഷനും കൊടുക്കുന്നു, ഫ്രീ ഫുഡും കൊടുക്കുന്നു, നല്ല സൗകര്യം. കാലാവസ്ഥ വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും കുറച്ച് തണുപ്പുള്ളത് കൊണ്ട് കമ്പിളിയും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും ഞങ്ങൾ കുളിക്കാൻ പോവുകയായിരുന്നു. സ്നാനം പ്രധാനപ്പെട്ട 12-ാം തീയതി വലിയൊരു സ്നാനമാണ് നടക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ പ്രധാനപ്പെട്ട ഗംഗാഘട്ടിലും അതുപോലെ തന്നെ സംഘം ഘട്ടിലും ചാൻസ് കിട്ടുമ്പോഴെല്ലാം കുളിക്കാൻ പോകാറുണ്ട്. അത് മുഖ്യമായ ദിവസങ്ങളെല്ലാം വളരെ തിരക്ക് ഉണ്ടാകുന്നു, അപകടങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വളരെ പ്രിക്കോഷൻ. ആ പർട്ടിക്കുലർ ഡേയ്സിൽ പോലീസ് വളരെ സേഫ്റ്റി ആയിട്ട് നിൽക്കുന്നു. വളരെ തിരക്ക് കൂടുന്നു. എപ്പോൾ വേണമെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ ഇവർ പ്ലാൻ സംതിങ്. വളരെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഫ്രീ കണ്ണാടി കൊടുക്കുന്നു. ഒരു ദിവസം ഏറെക്കുറെ 6000 രോഗികൾ എത്തുന്നു. ഞാൻ തന്നെ രാവിലെ 150 മുതൽ 200 പേഷ്യൻ്റ് നോക്കുന്നു. ആഫ്റ്റർനൂണും 150-200 വരെ പേഷ്യൻ്റ് നോക്കുന്നു. ഒരാൾ തന്നെ 300-400 പേഷ്യൻ്റ് നോക്കുമ്പോൾ എത്ര 40 ഡോക്ടർമാർ നോക്കുമ്പോൾ എത്ര ഡോക്ടേഴ്സിനെ നോക്കുന്നു. നേത്രകുമ്പ് എന്നുള്ളതൊരു അത്ഭുതമാണ്. ഒരു ദിവസം 6000 പേഷ്യൻ്റ് നോക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വേൾഡ് റെക്കോർഡാണ്. ഇത് ടെമ്പററി ഒരു സ്ട്രക്ചർ മാത്രമാണ്. ഇത് കുംഭമേളയുടെ 30 ദിവസത്തേക്കുള്ള അത് മാത്രമാണ്. ഇത് വേൾഡ് റെക്കോർഡ്. ലോകത്തിൽ ഒരിടത്ത് ഇതേപോലെ 6000 പേഷ്യൻസിനെ ഒരു ദിവസം നോക്കുന്ന സ്ഥലമില്ല. അതേപോലെ തന്നെ ഈ കുംഭമേള എന്ന് പറയുന്നത് വേൾഡ് റെക്കോർഡ്സ്, മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. അത് മെയിൻ്റനൻസ് ഓഫ് വിജിലൻസ്, പോലീസ് സെക്യൂരിറ്റി, ഒരുമിച്ചുള്ള ആളുകളുടെ കൂട്ടം, ഒബ്സർവേഷൻ, എല്ലാം കൊണ്ടും വേൾഡ് റെക്കോർഡാണ്. ഇത് അതിരാവിലെ, അതായത് 4 മണിക്ക് 5 മണിക്ക് ഇത് 24 hours ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശേഷ ദിവസങ്ങളിൽ വളരെ ആളുകൾ കൂടുന്നു, മറ്റു ദിവസങ്ങളിൽ കുറവ്. ഇത് രാവിലെ ഉള്ള കാഴ്ചയാവുന്നു. ഞങ്ങളും കുളിക്കാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് ഇതെടുത്തത്. ജനങ്ങൾ കൂടുതൽ വന്നേ ഉള്ളൂ. ഇത് ഒരു ദിവസം ഗംഗാഘട്ടിലേക്ക് പോകുന്നു, വേറൊരു ദിവസം അവിടെ മറ്റേ ഘട്ടിലേക്ക് പോകുന്നു. ഫെബ്രുവരി 12-ാം തീയതി മാഘി പൂർണിമ, അതായത് മകരത്തിലെ വെളുത്ത അമാവാസി, പൗർണമി, വളരെ തിരക്കാണ്. ആ ദിവസം ഞങ്ങൾ ഗംഗാഘട്ടിൽ തന്നെ പോയി. പിറ്റേ ദിവസം 13-ാം തീയതി ഞങ്ങൾ സംഘം ഘട്ടിൽ പോയി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതിനുള്ള യാത്രയാണ് ഈ കാണുന്നത്. വളരെ ബുദ്ധിമുട്ടി അവിടെ എത്തി. രാത്രി ഏർലി മോർണിംഗിൽ ഞങ്ങൾ സ്നാനം കഴിച്ചു. കലാപരിപാടികൾ നടക്കുന്ന കലാകേന്ദ്രം എന്നുള്ള തരത്തിലുള്ള ഒരു ദൃശ്യമാണ് ഇത് കാണുന്നത്. അങ്ങനെ പല കലാപരിപാടികളും പലതും അവിടെ ഉണ്ട്. അടുത്തത് ഞങ്ങൾ ഒരു ദിവസം രാവിലെ 7 മണിക്ക് സ്നാനത്തിന് പോയി. അടുത്ത് തന്നെ സെക്ടർ 7-ൽ
ഉള്ള സ്ഥാനത്തിൽ പോയി അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഞാൻ ബാത്ത് എടുക്കുന്നതിൻ്റെ ഒരു രംഗമാണ്. ഇതിൽ നോക്കുമ്പോൾ വെള്ളം ക്രിസ്റ്റൽ ക്ലിയറാണ്. ജനങ്ങൾ പറയുന്ന പോലെ ഇത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. യു ക്യാൻ സീ ദി ഫ്ലോ. നമുക്ക് ഭയങ്കര ഫ്ലോ ആണ്. യാതൊരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. തുറച്ചിലുമില്ല, വെള്ളം യാതൊരു കുഴപ്പമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് കുളിക്കുന്നു, പോകുന്നു. ഇവർക്കെല്ലാം ഇൻഫ്ലുവൻസും കോൾഡും അതും ഇതൊക്കെ വരികയാണെങ്കിൽ അതൊരു വേൾഡ് റെക്കോർഡ് അതൊന്നും നടന്നിട്ടില്ല. വളരെ നല്ലതായിരിക്കുന്നു. ഇത് രേഖ കുളിക്കുന്ന ഒരു ഘട്ടമാണിത്. അവിടെ കുളിക്കുമ്പോൾ അവിടെ രോഗികൾ തന്നെ വന്നിട്ടുണ്ടായിരുന്ന രസകരമായൊരു അനുഭവം ഉണ്ടായിരുന്നു. യാതൊരു പ്രശ്നവുമില്ല. നല്ല വെള്ളമാണ്. ജനങ്ങൾ ഇത് തിരക്ക് കുറഞ്ഞ ഒരു ദിവസമാണ് ഇത് നടക്കുന്നത്. അത് ചുറ്റും വളരെ ക്ലീനായിരിക്കും, നീറ്റായിരിക്കുന്നു. അത് ക്രോസ് ഡീപ്പ് വാട്ടറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സ്പെഷ്യൽ കെട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അപകടം വരാൻ ചാൻസ് ഇല്ല. പോലീസുകാരും ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ക്യാമറ, ആയിരക്കണക്കിന് ആളുകൾ സെക്യൂരിറ്റിയാണ് അവിടെ നടക്കുന്നത്. യാതൊന്നും സംഭവിക്കാൻ വഴിയില്ല. ജനങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട്, പൂർണ്ണ ഭക്തിയോട് കൂടിയിട്ട് വന്ന് കുളിക്കുന്നു. പിന്നെ ചിലർ രേഖ ഇടുന്ന പോലെ നെറ്റിയിൽ ബിന്ദി ഇടുന്നു. അതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസമാവുന്നു. നമുക്ക് വിശ്വാസവും ഭക്തിയെല്ലാം കൂടുമ്പോൾ നമ്മൾ നല്ല ഒരു സ്പിരിച്വൽ ലൈഫ് നമ്മൾ എടുക്കുന്നു. നല്ല ചിന്തിക്കുന്നു. നല്ല രാമായണം മഹാഭാരതം പഠിക്കുന്നതോടെ അതിലുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മൾ എടുക്കുന്നു. ഇത് സംഘം സ്നാനത്തിന് വേണ്ടി, അതായത് ത്രിവേണി സംഗമം, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ പോകുന്ന കാഴ്ചയാണ്. ബോട്ട് കയറിയത് യമുന നദിയിലൂടെയാണ് ഈ ബോട്ട് പോകുന്നത്. യമുന കട്ട്, അത് പ്രയാഗരാജിൽ നിന്ന് ഇപ്പോൾ നേത്രകുമ്പെന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്തുള്ള അവിടെ ബോട്ട് ജെട്ടിയിൽ പോയി ഒരു ബോട്ട് നമ്മൾ സ്പെഷ്യൽ കൂടുതൽ പൈസ കൊടുത്തിട്ട് ബോട്ടിൽ കയറി പോകുന്ന കാഴ്ചയാണ് ഇതുള്ളത്. ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ ഗംഗ, യമുന, സരസ്വതി എന്നുള്ളത് നമ്മുടെ ഇമാജിനറി, നമ്മുടെ പുരാണങ്ങളെല്ലാം ഉണ്ട്. അത് വളരെ ഭൂമിക്കടിയിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ യമുനയും ഗംഗയും നമ്മൾ യോജിച്ച് എത്തുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ യമുന നദി വളരെ മലിനമാണ്. അത് ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ വെള്ളം നോക്കുമ്പോൾ വളരെ ശുദ്ധമാണ്, പരിശുദ്ധമാണ്. ഞങ്ങളങ്ങനെ ബോട്ടിൽ അങ്ങനെ പോയി അവസാനം അവിടെ കരയിലിറക്കിയിട്ട് സംഗം ഘട്ട്, അവിടെ താഴ് കുറവുള്ള സ്ഥലമുണ്ട്, കൂടുതൽ ഡീപ്പായിട്ടുള്ള വെള്ളമുണ്ട്. അവിടെ എവിടെയെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ കുളിക്കുന്നു. ജനങ്ങൾ അവിടെ പൂജ ചെയ്യുന്നു. ഓരോ കോൺസെപ്റ്റിലുള്ള ഓരോ മന്ത്രങ്ങൾ പറയുന്നു. അങ്ങനെ എവിടെയും ജനങ്ങളുടെ ഉത്സാഹത്തോടു കൂടി അവരത് നോക്കുന്നു. ഇത് ബോട്ടിലൂടെ അല്ലാതെ തന്നെ റോഡ് വഴിയും വരാൻ പറ്റും. പക്ഷേ ഇപ്പോൾ റോഡിലൂടെ വരുന്നത് വളരെ ബ്ലോക്കാണ്. നടക്കേണ്ടി 10, 12, 13 കിലോമീറ്റർ നടക്കണം. പിന്നെ ചില ഭാഗത്തുള്ള ഒരു ബൈക്കിൽ ഡ്രൈവറെ കൂടാതെ 2 പേര് ഇരുന്നിട്ട്, ഇപ്പോൾ ഞങ്ങൾ തന്നെ ബോട്ട് ജെട്ടിയിലെത്തിയത് ഞങ്ങൾ 2 പേരും കൂടി ബൈക്കിൽ പുറകിലിരുന്നിട്ടാണ് വന്നത്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ബോട്ടിൽ കയറുന്നു. 2 ദിവസം മുമ്പ് ഞങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ വന്ന് കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ബൈക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കര വഴിയാണ് വന്നത്. ഈ ബൈക്കിലെല്ലാം പോകുമ്പോൾ മെയിൻ റോഡിലൂടെയല്ല, സൈഡ് റോഡിലൂടെയും കുറുക്കുവഴികളിലൂടെയും മറ്റൊക്കെ മെയിൻ റോഡിൽ പോലീസ് അലോ ചെയ്യില്ല. അത്രയ്ക്ക് ബ്ലോക്കാണ് അവിടെ. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞ് അവിടെ കുളിക്കുന്നു. വീണ്ടും ആളുകൾ തിരിച്ച് റോഡിലൂടെ വരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് അതേ ബോട്ട് തിരിച്ചു കൊണ്ടുവരാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതെല്ലാം രസകരമായിരുന്നു. വെള്ളം വളരെ ക്ലിയറാണ്. സംഗം ഘട്ടിൽ യമുനയും ഗംഗയും യോജിക്കുന്ന സ്ഥലമാണല്ലോ. അവിടെ ഇഷ്ടംപോലെ നമുക്ക് മോട്ടോർ ബോട്ടില്ലെങ്കിൽ പ്രൈവറ്റ് ബോട്ടുകളുമുണ്ട്. നമുക്ക് പ്രൈവറ്റ് ബോട്ടുകൾ കൈകൊണ്ട് തുഴയുന്ന ബോട്ടുകൾ കൂടി അവിടെ ഉണ്ട്. നമുക്ക് അത് പൈസ കുറവായിരിക്കും. അതും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ കൂടുതൽ സമയമെടുക്കും. മോട്ടോർ ബോട്ടാകുമ്പോൾ വളരെ പെട്ടെന്ന്, സമയം ഇല്ലാത്തവർക്ക് മോട്ടോർ ബോട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന രംഗമാണ് ഈ കാണുന്നത്.
ഞങ്ങൾ വളരെ ഉത്സാഹത്തോടുകൂടി പാട്ടുപാടി വളരെ ഒരു ഹോൾ ഫാമിലി, ഒരു വലിയൊരു ഫാമിലിയാണ്. ഫാമിലിയിൽ ഒരു 2 സീറ്റ് വേക്കൻ്റ് ഉള്ളതുകൊണ്ട് എനിക്കും രേഖയ്ക്കും കമ്മീഷൻ കിട്ടി. അതുകൊണ്ട് അവരുടെ ഫാമിലിയോട് കൂടി ചേർന്നിട്ട് ഞങ്ങളതിൽ തിരിച്ച് വരികയാണ്. വെള്ളക്കുടയാണ്. അതുകൊണ്ട് യമുന നദി.